ഹയർ സെക്കൻഡറി അധ്യാപക അപ്രഖ്യാപിത നിയമന നിരോധനത്തിനെതിരെ പ്രതിഷേധ ധർണ. ഞങ്ങൾ ഹയർ സെക്കൻഡറി റാങ്ക് ഹോൾഡേഴ്സ് ആണിവിടെ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഹയർ സെക്കൻഡറിയിൽ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ധർണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധർണയുടെ ആവശ്യം 2 വർഷമായിട്ട് ഹയർ സെക്കൻഡറികളിൽ ഉണ്ടായിട്ടുള്ള പുതിയ ഒഴിവുകൾ 2023-ലെയും 2024-ലെയും റിട്ടയർമെൻറ്റ് ഒഴിവുകൾ ഇതുവരെയും PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അറിയാൻ കഴിഞ്ഞത് തസ്തിക നിർണ്ണയം കഴിഞ്ഞാലേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ എന്നാണ് തസ്തിക നിർണ്ണയം അവസാനിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. കഴിഞ്ഞ വർഷമാണ് തസ്തിക നിർണ്ണയ നടപടികൾ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം നവകേരള സദസ്സിൽ ഞങ്ങൾ നൽകിയ RTI അപേക്ഷ പ്രകാരം നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി പ്രകാരം 2023-ൽ തന്നെ തസ്തിക നിർണ്ണയ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ അതിൻ്റെ സർക്കുലർ ഇറങ്ങുന്നത് 2024 മാർച്ചിലാണ്. ഇത്രയും ലാഗ് ആ സർക്കുലർ ഇറങ്ങാനും നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ തന്നെ എടുത്തു. ഇപ്പോഴത് 2024 ജൂലൈയിൽ എത്തി നിൽക്കുന്നു. ഇപ്പോഴും ഈ തസ്തിക നിർണ്ണയ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 1 വർഷത്തോളമായി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏതാണ്ട് 10ഓളം റാങ്ക് ലിസ്റ്റുകൾ 2023-ലും 4 റാങ്ക് ലിസ്റ്റുകൾ 2024-ലുമാണ് നിലവിൽ വന്നത്. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം തസ്തിക നിർണ്ണയം നടത്തി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള പലർക്കും ജോലി കിട്ടാത്തൊരവസ്ഥയുണ്ടാവും. പ്രത്യേകിച്ചും പല സബ്ജക്റ്റുകളിലും 1-ാം റാങ്ക് കിട്ടിയ ആളുകൾ വരെ നിയമനം ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. തസ്തിക നിർണ്ണയത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇങ്ങനെയുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത്. ഈ ഒരു തസ്തിക നിർണ്ണയത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഷിഫ്റ്റഡ് ബാച്ചുകളെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് ബാച്ചുകൾ മുമ്പ് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പെർമനൻ്റ് ബാച്ചുകളാണ് മലബാർ ജില്ലകളിലേക്ക് അനുവദിച്ചത്, ഷിഫ്റ്റ് ചെയ്തത്. എന്നാൽ അവിടേക്ക് മാറിയപ്പോൾ അതൊരു താൽക്കാലിക ബാച്ചായിട്ട് മാറി, താൽക്കാലിക ബാച്ചുകളായിട്ട് അനുവദിച്ചു. ഫലത്തിൽ നിലവിലുണ്ടായിരുന്ന സ്ഥിര ബാച്ചുകളും സ്ഥിര അധ്യാപകരും നഷ്ടപ്പെടുകയും പകരം വന്നത് താൽക്കാലിക ബാച്ചുകളും താൽക്കാലിക അധ്യാപകരുമാണ്. ഇതോടുകൂടെ പല സബ്ജക്റ്റിലെയും പല പോസ്റ്റുകളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ നടക്കുന്ന തസ്തിക നിർണ്ണയത്തിൽ ഇത്തരം ഷിഫ്റ്റഡ് ബാച്ചുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാവും. കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സ്ഥിര അധ്യാപകരില്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന തസ്തിക നിർണ്ണയത്തിൽ ഷിഫ്റ്റഡ് ബാച്ചുകളെയും അഡീഷണൽ ബാച്ചുകളെയും ഉൾപ്പെടുത്തുക, തസ്തിക നിർണ്ണയം പെട്ടെന്ന് പൂർത്തീകരിക്കുക. കാരണം തസ്തിക നിർണ്ണയം പെട്ടെന്ന് പൂർത്തീകരിച്ചാലേ ജൂനിയർ ടു സീനിയർ പ്രൊമോഷൻ നടത്തി ഈ വർഷത്തെ ജൂനിയർ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കറിയാം, സാധാരണ സീനിയർ ഒഴിവുകളിലേക്ക് നേരിട്ട് നിയമനമില്ല. ജൂനിയറിൽ നിന്ന് സീനിയറിലേക്ക് തസ്തിക മാറ്റ നിയമനമാണ് നടക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന റിട്ടയർമെൻറ്റ് ഒഴിവുകളിലേക്ക് തസ്തിക മാറ്റ നിയമനം നടത്തണമെങ്കിൽ പോലും ഈ പറഞ്ഞ തസ്തിക നിർണ്ണയം പൂർത്തീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ നടത്തേണ്ട ഈ ഒരു തസ്തിക മാറ്റ നിയമനം ഇത്രയും നാളായിട്ട് നടന്നിട്ടില്ല. അതിൻ്റെ CR ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ലാഗായ സ്ഥിതിക്ക് ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക. ഞങ്ങളുടെ ഇത്രയും ലാഗ് വരുന്നതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് എന്താണ് തസ്തിക നിർണ്ണയത്തിന് പിന്നിലുള്ള അജണ്ട എന്നുള്ളതാണ്. ഇത് ഹയർ സെക്കൻഡറിയിലെ തസ്തികകൾ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്നാണ് ഞങ്ങളുടെ ആശങ്ക. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.